Praise the Lord. Hallelujah. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ തരുന്നത് കമ്പാനീസ് ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു സഹോദരന് വേണ്ടിയിട്ടാണ്. ഇവര് 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇവരെ കുറിച്ച് എനിക്ക് ഒരു SD സെഷനിലൂടെ കേൾക്കാൻ സാധിച്ചു. ഞാൻ കേരളത്തിലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ ഇടവകയിൽ വരാവോ, എൻ്റെ ഇടവകയിൽ അവർ സഹായിക്കാനായിട്ട്. അവരുടേതായ ആത്മീയതകളുടെ രീതിയിലായ ഒരു രീതിയിൽ അവരെ ഒന്ന് ഇവാഞ്ചലൈസേഷൻ ചെയ്യാനായിട്ട് ഞാൻ വിളിച്ചു. വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം കാശൊക്കെ മുടക്കി ജനറലിലും ഒക്കെ ആയിട്ട് ഇരുന്ന് അവരിവിടെ വന്നു. ദൈവത്തിന് സ്തുതി. ഇങ്ങനെയുള്ള തീക്ഷ്ണതയുള്ള ആത്മീയ ഗ്രൂപ്പിനെ ദൈവം ശക്തമായിട്ട് ഒരുക്കുന്നു എന്നുള്ളതിന് ഞാൻ കണ്ടു, മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. ദൈവത്തിന് കോടി കോടി നന്ദി പറയുന്നു. ഈ സമയം ഒരു വചനം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ പറഞ്ഞിട്ട്, നിങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകളെ കൊണ്ട് ഞാൻ പ്രസംഗിക്കും. ഇപ്പം ഞങ്ങൾ മിഷണറികൾക്കൊക്കെ ഇച്ചിരി ഒരു ഭയവും തടസ്സങ്ങൾ കൂടിയപ്പം ദൈവം നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി ഞാൻ കാണുകയാണ്. ദൈവം ഇറങ്ങി പ്രവർത്തിക്കണം. നേരിട്ട് ഇവാഞ്ചലൈസേഷൻ നടത്തുന്ന പോലെയാണ് ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു, ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഇവരിപ്പോൾ എത്തിയിരിക്കുന്നത് ചാന്ത രൂപതയാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ രൂപതയാണ് ഈ ചാന്ത. അന്ന് ഏകദേശം 7 ഇടവകയും ഒക്കെ ആയിട്ട് ലാറ്റിൻ രൂപതയിൽ നിന്ന് നമുക്കിത് കിട്ടി. ജാനുവരിസ് പിതാവ് ആദ്യത്തെ മെത്രാനായിരുന്നു, പിന്നെ വിജയാനന്ദ പിതാവ്, ഇപ്പം എഫ്രൈം നരിക്കുളമാണ് ഞങ്ങളുടെ മെത്രാൻ. അപ്പം ഈ ജാനുവരിസ് പിതാവിൻ്റെ കാലത്ത് ഏകദേശം 7 ഇടവകയായിട്ട് തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് ഇടവക 2-3 കൂടെ കൂടിയിട്ടുള്ളൂ. പക്ഷെ ഇടവകളെല്ലാം ഇന്ന് പുറയിനാണ്. പക്ഷെ മിഷൻ സെന്ററുകളായിട്ട് നമുക്ക് 60-ൽ പരം മിഷൻ സെന്ററുകളുണ്ട് ഞങ്ങൾക്ക് ചാന്ത രൂപതയ്ക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ 25 വർഷം കഴിഞ്ഞു ഈ ചാന്ത 2 രൂപതയായിട്ട്, ആദിലാബാദ് അത് ചാന്ത രൂപത 2 രൂപതയായിട്ട് വികസിച്ചിട്ടുണ്ട്. ഇത് വളർന്നു വലുതായി. ചാന്തയിൽ ഇപ്പം ഏകദേശം 7000 കൂടുതൽ വിശ്വാസികളുണ്ട്. അതിനടുത്ത് ആദിലാബാദ് രൂപതയ്ക്കും ഉണ്ട്. അപ്പം ദൈവത്തിൻ്റെ വലിയ മഹത്വമാണ്. വളരെ വലിയ അത്ഭുത പ്രവർത്തനങ്ങളാണ് ഇവിടെയൊക്കെ ഞങ്ങൾ കണ്ടത്. ഈ പ്രദേശത്ത് വഴിയും റോഡും പാലമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് CMI അച്ഛന്മാർ, കൈവിരളെന്നുള്ള CMI അച്ഛന്മാരും CMC സിസ്റ്റേഴ്സും ചേർന്ന് ഇവിടെ ഇത്രയും വലിയ ഒരു സെൻറ്റർ, പാരീഷുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ദൈവത്തിന് കോടി കോടി നന്ദി. ഇപ്പം ഞാനായിരിക്കുന്നത് ലക്കടക്കോട്, ഇത് ആദിലാബാദിൻ്റെയും ചാന്ത രൂപതയുടെയും ബോർഡറിലാണ്. ഇവിടെ ചാന്ത രൂപതയുടെ കാൽവരി ഗിരിയാണ് ഈ ലക്കടക്കോട്. ആദിലാബാദിൻ്റെയും മഹാരാഷ്ട്ര ബോർഡറിൽ സർക്കാർ ഭൂമിയിൽ 38 വർഷമായിട്ട് അവിടെ കുരിശുമലയുടെ ദുഃഖവെള്ളി ആചരണം നടക്കുന്നുണ്ട്. അത് അവിടെ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്. 14 സ്ഥലത്തും കുരിശുണ്ട്. നമ്മൾ 38 വർഷമായിട്ട് ആ കുരിശുമല ദുഃഖ വെള്ളിയാഴ്ചകളിൽ കയറുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5000-6000, കഴിഞ്ഞ വർഷം ഏകദേശം 7000 പേര് നമുക്ക് ഈ മല കയറാനായിട്ട് ഡയസിസിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആദിലാബാദ് രൂപതയിൽ നിന്നുമായിട്ട് വന്നു. അപ്പം അങ്ങനെ ഈ ലക്കടക്കോട് പാരീഷ് ഡയസിസിൻ്റെ ഒരു പിൽഗ്രിം സെൻ്ററാണ്. അവിടെയാണ് ഇപ്പോൾ രഞ്ജിത്തും ആൻ്റണിയും പ്രവീണും ഒക്കെ വന്നിരിക്കുന്നത്. നമുക്ക് പണ്ട് ഒത്തിരി നല്ലൊരു പടർന്ന് പന്തലിച്ചൊരു പാരീഷായിരുന്നു. ഇന്നിപ്പം ശുഷ്കിച്ച് വന്നിട്ടുണ്ട്. ആന്ധ്ര തെലുങ്കരൊക്കെ തിരിച്ച് ആന്ധ്രയിലൂടെയൊക്കെ പോവുകയും മഹാരാഷ്ട്ര ബോർഡറിലായതുകൊണ്ട് ഞങ്ങൾക്ക് തെലുങ്ക് അറിയാവുന്ന ഒരു കുറവൊക്കെ ആയിരുന്നതുകൊണ്ടൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് ഒത്തിരി പേര് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക്
41 വീട്ടുകാരാണ് ഇടവകയിലുള്ളത്. ഒരു കൊച്ചുപള്ളി വേറെ ഉണ്ട്. ഇപ്പം 6 വില്ലേജുകളിലായിട്ട് നമ്മുടെ ഈ പാരിഷ് കിടക്കുന്നു. चंगा करने वाला हालेलुया, तू चंगा करने वाला हालेलुया। हरे घुटना झुकेगा, हर जुबान बोलेगी, हरे घुटना झुकेगा, हर जुबान बोलेगी यीशु ही। നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവിടെയും ദൈവത്തിന്റെ കരങ്ങളിലൂടെ ഒരു ശക്തമായ ഒരു വിശ്വാസ സമൂഹം കെട്ടിപ്പടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ മിഷൻ രൂപതയ്ക്ക് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്ത്യ മുഴുവനും നമ്മുടെ തീഷ്ണതയുള്ള നമുക്ക് ഇങ്ങനെ ആത്മീയകളും അച്ഛന്മാരും സിസ്റ്റേഴ്സും മിഷണറിമാരും ഒത്തിരി പേരുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. अपने आशीष दीजिए प्रभु इस परिवार पर और इनके सभी कार्यों पर प्रभु। इस परिवार के लिए विशेषकर भैया के लिए प्रार्थना करते हैं। हे हमारे पिता जो स्वर्ग में है, तेरा नाम पवित्र किया जावे, तेरा राज्य आवे, तेरी इच्छा जैसे स्वर्ग में है वैसे पृथ्वी पर भी पूरी होवे। हमारा दैनिक आहार हमें दे और हमारे अपराध के क्षमा कर जैसे हम भी अपने अपराधियों को क्षमा करते हैं, और हमें परीक्षा में न डालना। प्रणाम मरिया, कृपा पूर्ण प्रभु तेरे साथ है, धन्य तू स्त्रियों में और धन्य तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना करम पापियों के लिए अब और हमारे मरने के समय आमीन। പ്രത്യേകിച്ച് ഞാൻ ചാന്ത രൂപതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥന യാചിക്കുന്നു. എൻ്റെ ഇടവയെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ ഈ ഒരു വർഷം വളരെ വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പല പല ആൾക്കാരെയും ഇവിടെ പ്രാർത്ഥനയ്ക്കും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് സഹായത്തിന് വിളിക്കുന്നു, പരിശ്രമിക്കുന്നു. നിങ്ങൾ പറ്റുന്നവരൊക്കെ വരിക, വന്ന് കാണുക. അതാണ് എനിക്ക് കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രത്യേക നിയോഗം വെച്ച് നിങ്ങൾ വരിക, ചന്തയിൽ വരിക, കക്കടക്കോട് വരിക. ഇവിടെ ഞങ്ങൾക്ക് നിത്യാരാധനകളുണ്ട്. പിന്നെ മെയിനായിട്ട് നിത്യാരാധനയാണ്. പിന്നെ ചെറിയ ഖേത്തിയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇവാഞ്ചലൈസേഷൻ. വേറെ പ്രത്യേകിച്ച് വേറെ സ്കൂള് ഹോസ്പിറ്റൽസ് ഒന്നും ഞങ്ങൾക്ക് ഇവിടെ ഈ കക്കടക്കോടിലില്ല. അപ്പം നമുക്ക് ഒന്നിച്ച് കൂടുതൽ ഈശോയിൽ അനുഭവിക്കാനും വളരാനും ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇത് കേൾക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴികെ തിരുരക്തത്താൽ നമ്മളെ പൊതിയണേ, കഴുകണേ, സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പോപ്പ് ലിയോ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഈശോയുടെ തിരുരക്തത്താൽ മാത്രമാണ് നമ്മളെല്ലാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മളെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മളെല്ലാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്, നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. നമുക്ക് ആ ഈശോയുടെ തിരുരക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കണമേ. അതുപോലെ നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്ന മാത്യുവച്ചൻ പറയുന്ന പോലെ നമ്മളെ തിരുരക്തത്താൽ ശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ കാര്യങ്ങളിൽ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കാം. ഈശോയുടെ തിരുരക്തത്തോട് ചേർത്ത് തിരുഹൃദയത്തിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഈ വർഷത്തെ ഞങ്ങളുടെ കക്കടക്കോട് നടത്തുന്ന എല്ലാ ഇവാഞ്ചലൈസേഷനും ഈശോയുടെ പ്രത്യേകമായ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്താൽ, ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എല്ലാം ഫലപുഷ്ടമാകുവാൻ, അത് സമർത്ഥമായി വളരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, ശക്തി പ്രാപിക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഈശോയുടെ നാമത്തിൽ ഈശോയോട് ചേർന്ന് ത്രിത്വക ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ കേൾക്കുന്ന എല്ലാവരെയും ഞാനിത് ആസ്വദിച്ച് അനുഗ്രഹിച്ച് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈശോയുടെ തിരുത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകട്ടെ, പരിശുദ്ധാത്മാവിനെ നിറയുന്നവരാകട്ടെ, മിഷണറി തീഷ്ണത കൊണ്ട് നിറയുന്നവരാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളിലുള്ള എല്ലാ അന്ധകാരശക്തിയും പൈശാചശക്തിയും ദുഷ്ടശക്തിയും നിർവീര്യമാക്കി സമാധാനമുള്ള, ശാന്തിയുള്ള, ഐശ്വര്യപൂർണ്ണമായ ജീവിതം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. चढ़ाते